ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ലുമിക്സിൻ്റെ G9 Mark II എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഫുൾ റിവ്യൂ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. മൈക്രോ ഫോർ തേർഡ് സെൻസർ വരുന്ന ഒരു ക്യാമറയാണിത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ലൊരു ബോഡിയാണ്, നല്ല റഗ്ഡായിട്ടുള്ളൊരു ബോഡിയാണ്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒരു ഫീല് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഹെവി അല്ലാത്തതുകൊണ്ട്, ഈ ലെൻസ് ഫ്രണ്ട് ഹെവി അല്ലാത്തതുകൊണ്ട് 25mm ഒരു ലെൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പം മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ട് ഇത് തോന്നുന്നില്ല. നേരെ മറിച്ച് ഇതിൻ്റെ തന്നെ ഒരു 400mm ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അത് ഒത്തിരി ഹെവി ആയിട്ടുള്ള ലെൻസാണ്. അപ്പോൾ ഫ്രണ്ട് ഹെവി ആയിട്ട് കുറച്ച് തോന്നും. പക്ഷേ ബോഡി ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ നല്ല ഒരു കോമ്പാക്ട് ബോഡിയാണ്. ഇതിൽ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വീഡിയോ മോണിറ്ററൊക്കെ നല്ല രീതിയിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫോക്കസ് പിക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിൽ മറ്റുള്ള ഫീച്ചേഴ്സ്, വീഡിയോ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൃത്യമായിട്ട് നോക്കി രേഖപ്പെടുത്തി അതിനുശേഷം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പ്രോസസ്സിങ്ങിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. റെഡ് കളർ ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് ഇതുമായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വെക്കുമ്പോഴത്തേക്ക് അത് ഫിക്സായി. പിന്നെ ഇതൊരു ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇപ്പം വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ട് തന്നെ നമുക്കത് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ മെനു ഒക്കെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നല്ല അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു മെനു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ആദ്യം നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് നമ്മൾ മെനു എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഇമേജ് ക്വാളിറ്റി, ഫോട്ടോ സ്റ്റൈലിൽ നമുക്ക് എൽ മോണോക്രോമേസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ, ഒരു ഫോട്ടോ സ്റ്റൈലിംഗ് ഉണ്ട്. അത് ഫുള്ളി മോണോക്രോമാണ്. എന്നാലും അതിൻ്റേതായ ഫീച്ചേഴ്സ്, അതായത് എൽ മോണോക്രോം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൈക്ക മോണോക്രോം ഉണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് ആ ഒരു മോഡൽ. സിനി ലൈക്ക് D2 വീലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. വീലോഗിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഫൂട്ടേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ക്യാമറയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ലൈക്ക് 709 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ റിയൽ ടൈം ലട്ട് ഉണ്ട്. മൈ ഫോട്ടോ സ്റ്റൈലിൽ തന്നെ 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന മോഡ്സ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ്, വിവിഡ്, നാച്ചുറൽ, അതേപോലെ തന്നെ എൽ ക്ലാസിക്, നിയോ, ഫ്ലാറ്റ്, ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, മോണോക്രോമിൻ്റെ അകത്ത് എൽ മോണോക്രോം D, അതേപോലെ തന്നെ എൽ മോണോക്രോം S, പിന്നെ ലൈക്ക മോണോക്രോം, അങ്ങനെ 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സിനി ലൈക്ക് D2 എന്ന് പറയുമ്പോൾ ഒരു സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ സിനിമ സ്റ്റൈലിലുള്ള ഒരു മോഡാണ് സിനി ലൈക്ക് D2 എന്ന് പറയുന്നത്. അത് ഒത്തിരി പഞ്ചി ആയിട്ടുള്ള കളറായിരിക്കും. ലൈക്ക് 709 വീലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലാറ്റായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഫോർമാറ്റാണ്. അതേപോലെ റിയൽ ടൈം ലട്ടും ഏകദേശം അതേപോലെ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു മെനുവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോട്ടോ സ്റ്റൈൽ എന്ന് പറയുന്നത് മീറ്ററിങ് മോഡൽ വരുമ്പോൾ നമുക്ക് മെട്രിക്സ് മീറ്ററിങ്, അതേപോലെ തന്നെ സെൻറ്റർ വെയ്റ്റഡ് മീറ്ററിങ്, സ്പോട്ട് മീറ്ററിങ്, അങ്ങനെ 3-4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആസ്പെക്ട് റേഷ്യോ 3:2, അതേപോലെ തന്നെ 4:3, 16:9, 1:1, അങ്ങനെ പല ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്ചർ സ്റ്റൈൽ വന്നിട്ട് ഫൈൻ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ്, റോ ഫൈൻ, പിന്നെ റോ, സ്റ്റാൻഡേർഡ്, റോ, അങ്ങനെ 3-4 ഫോർമാറ്റ്, 4-5 ഫോർമാറ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫയൽ സൈസിനെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പം ഫൈൻ എടുത്തു കഴിഞ്ഞാൽ JPEG ഫൈൻ എടുത്തു കഴിഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് വളരെ ലോ
ഫയൽ സൈസ് മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ റോയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് മെമ്മറീസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കതനുസരിച്ചിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമേജസ് ഷൂട്ട് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ അതിൽ അടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പിക്ചർ സൈസ് നമുക്ക് അതിൽ 3 ഓപ്ഷൻസേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ലാർജ്, പിന്നെ ഒന്ന് മീഡിയം, ഒന്ന് സ്മോൾ. ലാർജിലാണെങ്കിൽ ഒരു 3:2 ഫോർമാറ്റിൽ ഒരു 5776 × 3848 അതാണ് എൻ്റെ ഒരു സൈസ്. പ്രിൻറ്റിങ് ഒരു A2 സൈസ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫയൽ സൈസാണ്. പിന്നെ അതേപോലെ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻറ്റിങ് അപ് ടു A3 ഫോർമാറ്റ്, അല്ല A3 ഫയൽ A3 പ്രിൻ്റ് സൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ ഫോർമാറ്റിലാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിക്ചർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു A4 സൈസ് 8/10 ആ ഒരു സൈസിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജസ് എടുക്കാൻ പറ്റും. പിന്നെ ഹൈ റെസൊല്യൂഷൻ മോഡ് സെറ്റിങ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ അതിൽ ഹാൻഡ് ഹെൽഡായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ 100 MP റെസൊല്യൂഷൻ വരെ കപ്പാസിറ്റി ഉള്ള ഇമേജസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിങ് കപ്പാസിറ്റി ഉള്ള ക്യാമറയാണിത്. കാരണം നമുക്കിതൊരു ഇമേജസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജസ് ഷൂട്ട് ചെയ്തിട്ട് അതിനൊരു 100 MP ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനുള്ള ഒരു ഇമേജായിട്ട് നമുക്ക് ഔട്ട് തരുന്നു എന്നുള്ളൊരു ഫീച്ചർ ഇതിൽ നല്ല രീതിയിൽ ലുമിക്സിൽ പാനസോണിക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പിക്ചർ ക്വാളിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്പൈൻഡ് പിക്ചർ ക്വാളിറ്റി ഉണ്ട്. അതേപോലെ JPEG ഫൈൻ്റെ കാര്യം നമുക്ക് പറഞ്ഞതാണ്. പിന്നെ പിക്ചർ സൈസ് എന്ന് പറയുന്നത് XL 89 പിക്സൽ സൈസും അതേപോലെ LL 45.5 അങ്ങനെ 2 സൈസുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഷട്ടർ ഡിലേ നമ്മളിപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മളിപ്പം തൽക്കാലം നമ്മുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ ഇല്ലെങ്കിൽ, ഷട്ടർ റിലീസ് കൺട്രോളർ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ 30 സെക്കൻഡ് ആണോ, 15 സെക്കൻഡ് ആണോ, 8 സെക്കൻഡ് ആണോ, 4 സെക്കൻഡ് ആണോ, 2 സെക്കൻഡ് ആണോ, 1 സെക്കൻഡ് ആണോ, അങ്ങനെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. 1/2 സെക്കൻഡ്, 1/4, 1/8 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഷട്ടർ ഡിലേയിൽ ഈ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ മോഷൻ ബ്ലർ പ്രോസസ്സിങ്ങിൽ മോഡ് 1, അതേപോലെ മോഡ് 2. മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പിക്ചറിലെ നമ്മുടെ ഇമേജസ് ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിന് മോഷൻ ബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിങ് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഏഴാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, ഈ മോഡുകളിൽ കൊടുത്തിട്ടുള്ളത്. ടൈം ലാപ്സ് അനിമേഷൻ, അതുപോലെ തന്നെ ടെലികൺവേർട്ടർ ഓൺ ഓഫ് അതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബർസ്റ്റ് മോഡ് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ അതിൽ ബർസ്റ്റ് ഷോട്ട് സെലക്ഷൻ എന്ന് പറയുന്നത് SH60, SH20, SH75 അങ്ങനെ 2-3 ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബ്രാക്കറ്റിംഗ് ടൈപ്പൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതിൽ ഇപ്പം വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്യണം, ഫോക്കസ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് മറ്റൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈലൻറ്റ് മോഡ്, ഓൺ ഓഫ് അങ്ങനെ ഒരു ബട്ടണുണ്ട്. ഇമേജ് സ്റ്റെബിലൈസറിൽ ഓപ്പറേഷൻ മോഡ്, സ്റ്റെബിലൈസേഷൻ, അതേപോലെ തന്നെ ബൂസ്റ്റ് IS വീഡിയോ, അനമോർഫിക് വീഡിയോ, അങ്ങനെ 3-4 ഓപ്ഷൻസ് ഇമേജ് സ്റ്റെബിലൈസേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഹാൻഡ് ഒന്നും കൂടാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് എടുക്കാനും അല്ലെങ്കിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനൊക്കെ വളരെ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ സ്റ്റെബിലൈസേഷനിൽ വീഡിയോയിലാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ സ്റ്റാൻഡേർഡും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ബൂസ്റ്റ് IS വീഡിയോസിൽ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ബൂസ്റ്റ് IS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചറാണ്. പിന്നെ അനമോർഫിക് എന്ന് പറയുമ്പോൾ അനമോർഫിക് വീഡിയോസ് റെസ്ക്യൂസ് ചെയ്യുന്ന അനമോർഫിക് വീഡിയോന് വേണ്ടിയുള്ള ഓപ്ഷൻസാണ് ഇതിൽ കൂടുതലും കൊടുത്തിട്ടുള്ള 3-4 ഓപ്ഷൻസ് അതിനും കൊടുത്തിട്ടുണ്ട്. അനമോർഫിക് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ മൂവി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഫീച്ചേഴ്സാണിത്. ബെസ്റ്റ് ഷൂട്ട് സെറ്റിങ്സിൽ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്കിതിൽ. ഷട്ടർ ഡിലേ നേരത്തെ പറഞ്ഞു. പിന്നെ ടൈം ലാപ്സ് അനിമേഷൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതിൽ മോഡ് സെലക്ഷൻ, ഷൂട്ടിംഗ് ഇൻ്റർവൽ സെറ്റിങ്സ്, സ്റ്റാർട്ട് ടൈം,
ഇത് സാധാരണ ഇപ്പോൾ ഉള്ള എല്ലാ മിറർലെസ് ക്യാമറകളിലും ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ടൈം ലാപ്സും. സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ഫീച്ചേഴ്സാണ്. ഇതിൽ സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല സൗണ്ട് റെക്കോർഡിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലുമിക്സിൻ്റെ പെർഫോമൻസ് നോക്കുന്ന വീഡിയോ സെൻട്രിക് ആയിട്ടുള്ള ക്യാമറകളാണ് ഇത് കൂടുതലും ലുമിക്സ് ഇതിനു മുമ്പ് ഇറക്കിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് G9 അത് ഫോട്ടോ സെൻട്രിക് ആയിട്ടും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കമ്പനി ഇറക്കിയിട്ടുള്ളത്. വീലോഗ് അസിസ്റ്റ് നമുക്കിപ്പം വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ലഡ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ലഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് അത്യാവശ്യമാണ്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ഓട്ടോ അതിൽ വീഡിയോ ഷൂട്ട് ചെയ്താലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാ ലട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്നവർക്ക്, പ്രത്യേകിച്ച് അഡോബി പ്രീമിയറൊക്കെ ബേസിക്കായിട്ട് അറിയാവുന്നവർക്കൊക്കെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറയിൽ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും അതേപോലെ തന്നെ ക്ലിപ്സും ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലഡ്സ് ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അത് ഞാൻ ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ്, എൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.